ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ തീരെ വയ്യാതെ കിടക്കുകയാണ്. അപ്പോഴും ചന്ദ്രയ്ക്കാണെങ്കിൽ വിശന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വയോട്ടൊന്നും ഉണ്ടാക്കി കഴിക്കാതെ നേരെ രേവതിയുടെ മുന്നിലേക്ക് വന്നിട്ട് നീ കിടന്ന് ഉറങ്ങുകയാണ്. ആഹാ, കൊള്ളാലോ, കൊച്ചമ്മ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലോ. ഞങ്ങൾക്കേ വിശക്കുന്നുണ്ട്, മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിത്താ. അയ്യമ്മ, എനിക്ക് തീരെ വയ്യ അമ്മ, അതുകൊണ്ടാണ് ഞാൻ കിടന്നതെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ചന്ദ്ര തയ്യാറാവുന്നില്ല. ആഹാ, നിനക്ക് വയ്യല്ലേ? ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഹാളിൽ വന്ന് നിന്റെ ഭർത്താവ് ഭയങ്കര ഡയലോഗായിരുന്നല്ലോ. അപ്പോൾ ഒപ്പത്തിനൊപ്പം നീയും കൂട്ടു നിന്നല്ലോ. ഹാ, വയ്യായിക എന്നൊക്കെ പറയുന്നത് നിന്റെ വെറും അടവാണ് രേവതി. നീയേ എൻ്റെ മുന്നിൽ കൂടുതൽ അടവുകൾ കാണിക്കാനായിട്ട് നിൽക്കണ്ട. നീ പോയേ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നോക്ക്. ഞങ്ങൾക്ക് വിശന്ന് പൊരിഞ്ഞിട്ട് വാളാം. നീ ഇവിടെ സുഖിച്ച് കിടക്കാമെന്ന് നീ വിചാരിക്കണ്ട. അല്ലെങ്കിൽ നീ എന്തിനാ ഇവിടെ സുഖിച്ച് കിടക്കുന്നത്? ഇവിടെ സുഖിച്ച് കിടന്ന് അങ്ങനെ എല്ലാവരും ഭരിക്കാമെന്ന് നോക്കണ്ട, ഞങ്ങളെ കൊണ്ട് ജോലി എടുപ്പിക്കാമെന്ന് നീ വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ഇതാണ്. അപ്പോൾ ചന്ദ്ര എന്നിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വീണ്ടും വന്നിട്ട്, ശ്രുതി മോളെ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ ഇങ്ങോട്ട്. അവളവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കോളും, മോൾ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിയെ കൈ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ആൻറ്റി, രേവതിക്ക് ശരിക്കും സുഖൂലെന്ന് തോന്നുന്നു. അവള് നുണയൊന്നും പറയുന്നതല്ല, അവൾ സത്യമാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? അവൾ നുണയാ പറയുന്നത്. വായെടുത്താൽ നുണയല്ലേ പറയുള്ളൂ. അല്ലെങ്കിലും അവൾക്ക് സുഖമില്ലെങ്കിലും നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ ജോലി എടുത്തേ മതിയാവുള്ളൂ. അല്ലെങ്കിലേ അതൊരു ശീലമായി പോകും. നമ്മൾ ആരെങ്കിലും ഭക്ഷണം വെച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആകെ പ്രശ്നം. ആൻറ്റി വേണ്ട ആൻറ്റി, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. അയ്യോ മോള് ഭക്ഷണം ഉണ്ടാക്കണ്ട. മോളെ കൊണ്ട് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാപ്പിക്കുന്നത്? ദേ, അവളാണെങ്കിൽ വേലയില്ല കൂലിയില്ല, ഒരു പന്ന വീട്ടിലെ പെണ്ണല്ലേ. മോളങ്ങനെയല്ലല്ലോ, ഒരു മലേഷ്യക്കാരൻ്റെ പണക്കാരിയായ മോളല്ലേ മോള്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കിളി പറഞ്ഞാണ്. കാരണം സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ള ശ്രുതിയെയും വെച്ചേക്കില്ലെന്ന് ശരിയായ ബോധ്യം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രേവതി ഇതെല്ലാം കേട്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മോളെ, അതൊന്നും ശ്രദ്ധിക്കണ്ട. ദേ, അവളെ ഒരു വകയില്ലാത്ത പെണ്ണാണ്. അവൾ തന്നെ ചെയ്യട്ടെ, അവൾ തന്നെ എല്ലാ ജോലിയും ചെയ്യട്ടെ. വാ, നമുക്ക് രണ്ടുപേർക്കും AC റൂമിൽ പോയിരുന്ന് നല്ല സുഖമായിട്ട് വർത്താനമൊക്കെ പറയാം. മോള് പോയി വിശ്രമിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ രേവതിയുടെ കാര്യം ആലോചിച്ചിട്ട് കലിയും വരുന്നുണ്ട്. അങ്ങനെ രേവതിക്കാണെങ്കിൽ ആകെ സങ്കടം. അങ്ങനെ രേവതി നേരെ എന്ത് ചെയ്യാം, ഇത്രയൊക്കെ പറഞ്ഞില്ലേ. അവർ പറയുകയാണ്, വെറുതെ ഇരുന്ന് നീ ഭക്ഷണം കഴിക്കല്ലേ എന്ന്. അപ്പോൾ ഇതെല്ലാം കേൾക്കണേക്കാൾ നല്ലത് സുഖമില്ലെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ രേവതി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അടുക്കളയിലേക്ക് ചെന്ന് ചുമച്ച് വശം കെട്ടും. തളർന്ന് അവശതയായിട്ട് തന്നെയാണ് അടുക്കളയിലേക്ക് കയറി ചെന്ന് പച്ചക്കറികളെല്ലാം കിടന്ന് അരിയുന്നത്. പച്ചക്കറികളെല്ലാം ഇങ്ങനെ അരിയാണ്. അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ചോറ് വെക്കണമല്ലോ. അപ്പോൾ ചന്ദ്ര പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. നിനക്ക് അരി വേണമെങ്കിലേ എടുക്കാൻ നിൽക്കരുത്, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ എടുത്തു തന്നേക്കാം ആവശ്യത്തിനുള്ള അരി, മനസ്സിലായോ? അപ്പോൾ ഇനിയിപ്പോൾ അരി എടുത്തു കഴിഞ്ഞില്ലെങ്കിൽ അതിലും പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രേവതി നേരെ ഈ ചന്ദ്രയും ശ്രുതിയും ഇരിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര സന്തോഷവും ചിരിയും കളിയും വർത്താനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര, മോളെ കണ്ടില്ലേ, നമ്മൾ സന്തോഷിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കുശുമ്പ് കണ്ടില്ലേ, അതുകൊണ്ടാണ് കയറി വന്നത്. എന്താടി, നീ എന്തിനാ വന്നത്? അല്ല, ചോറ് വെക്കണ്ടേ? വെക്കണം, പറഞ്ഞല്ലേ ഭക്ഷണം എല്ലാം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പിന്നെ ചോറ് വെക്കേണ്ട കാര്യം നിനക്ക് അറിയില്ലേ? ചോറ് വെച്ചേ മതിയാവുള്ളൂ, ഞങ്ങൾക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഇവളൊക്കെ എന്താ ചെയ്യേണ്ടത്? ചോറ് വെക്കാൻ പോലും ഞാൻ പറഞ്ഞു കൊടുക്കണം. അല്ല, അരിയില്ലാതെ എങ്ങനെ ചോറ് വെക്കാനാണ്? ആഹാ, കൊള്ളാലോ, നിനക്ക് സുഖൂലെന്ന് പറഞ്ഞത് ഇപ്പം കള്ളത്തരമാണെന്ന് മനസ്സിലായില്ലേ? ശ്രുതി മോളെ, ഇപ്പം മനസ്സിലായില്ലേ അവൾ പറഞ്ഞ മുഴുവനും കള്ളത്തരമാണെന്ന്? അവളുടെ നാവ് പൊങ്ങിയത് കണ്ടോ? എന്നെ ഇപ്പോൾ അരി ഉണ്ടെങ്കിലേ ചോറ് വെക്കാൻ പറ്റുള്ളൂ. എന്താ കാര്യം? അല്ല, അരി എടുത്തു തന്നാൽ ചോറ് വെക്കാമായിരുന്നു. അമ്മ എടുത്തു തന്നില്ലല്ലോ. ഓ, അങ്ങനെ, ശരി, ഞാൻ എടുത്തു തരാം. നീ അടുക്കളയിലേക്ക് ചെന്ന് ജോലി ചെയ്യാനായിട്ട് ആരംഭിക്കുക. ഞാൻ ഏതായാലും ചോറ് അല്ല അരി എടുത്ത് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ്. രേവതിയുടെ ഒരു അവസ്ഥ കണ്ടിട്ടെ. അങ്ങനെ ഈ ചന്ദ്രയാണെങ്കിൽ അരിയെടുത്ത് കലത്തിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. കലത്തിലേക്ക് എടുത്ത് കൊടുത്തിട്ട് എന്നാ പിടിക്ക്. അവളുടെ ഒരു അഭിനയം, പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കിക്കൊള്ളാം, അധികം താമസിക്കാനായിട്ട് നിൽക്കരുത്, മനസ്സിലായോ എന്നും പറഞ്ഞ് രേവതിയാണെങ്കിൽ പതിയെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി, അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി
ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ അവരെ വിളിക്കാൻ നിന്നില്ല, രേവതിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് രേവതി നേരെ റൂമിലേക്ക് പോയി കിടക്കുകയും ചെയ്യാണ്. ഇപ്പം എല്ലാം റെഡിയായിരുന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി റൂമിൽ ഇരുന്ന് ഭയങ്കര ചിരി. ശ്രുതിയാണെങ്കിൽ ചിരി നിർത്തുന്നില്ല. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കണം. എന്താ മോളെ? അല്ല എൻ്റെ പൊന്ന ആൻറ്റിയുടെ കോമഡി ഇമ്മാതിരി കോമഡിയോ? ചിരിച്ച് ചിരിച്ച് എൻ്റെ ഊപ്പാട് തീർന്നു. ആൻറ്റി എന്താ ഇത്രയും വലിയ കോമഡിയൊക്കെ പറയോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയണം. ആണോ മോളെ? ഇതല്ല, ഇതിനപ്പുറം കോമഡികളൊക്കെ ഞാൻ പറയും മോളെ. അതൊന്നും കേൾക്കാത്തതുകൊണ്ടാ, മോൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടാത്തതുകൊണ്ടാണ്. അയ്യോയ്യോ എൻ്റെ പൊന്നാൻറ്റി മതി. ഉറപ്പായിട്ടുമേ ഇത് വല്ല യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വൈറലാവും. ആണല്ലേ? വൈറലാവും അല്ലേ? എനിക്കത് തോന്നി. പക്ഷേ ലോകം മൊത്തം അറിയിക്കണ്ടേ മോളെ എൻ്റെ ഈ കഴിവ്? ആ ഉറപ്പായിട്ട് ആൻറ്റി, ഉറപ്പായിട്ട് ലോകം മൊത്തം അറിയിക്കുക തന്നെ വേണം. ആ അങ്കിൽ പിന്നെ നമുക്ക് ലോകം മൊത്തം അങ്ങോട്ട് അറിയിച്ചാലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആൻറ്റി അതിപ്പോൾ വേണ്ട, സമയമാവട്ടെ, സമയമാകുമ്പോൾ ഞാൻ പറയാം. ആൻറ്റിക്ക് വിശക്കുന്നില്ലേ? ഷോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അല്ലെങ്കിൽ രേവതിയോട് ഞാൻ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞാണല്ലോ, എന്നിട്ടാണ് നമ്മളെ വിളിച്ചില്ലല്ലോ ഇത്ര നേരം ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അവളെ ഞാൻ ഇന്ന് ശരിയാക്കും. ഞാൻ ഏതായാലും പോയി അടുക്കള വരെ നോക്കിയിട്ട് വരട്ടെ, അവളെന്ത് ഇത്ര താമസിക്കുന്നത്. അങ്ങനെ ചന്ദ്ര നേരെ അടുക്കളയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് രേവതിയെ കാണാനില്ല. ഇവളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ, അവളെവിടെ പോയി എന്നും പറഞ്ഞ് വീണ്ടും റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി ഭയങ്കര വിറച്ച് കിടക്കുകയാണ്. ചന്ദ്ര വന്നിട്ട് എടി രേവതി എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ രേവതി പതിയെ എണീറ്റിട്ട് എന്താ അമ്മേ? നിന്നോട് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞല്ലേ, എന്നിട്ട് അതൊന്നും ഉണ്ടാക്കാതെ വീണ്ടും ഇവിടെ വന്ന് നീ കിടക്കുകയാണോ രേവതി? നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല രേവതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒന്ന് പണി വാളി. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അങ്കിപ്പിന് നിനക്ക് വായില്ലേ? ഞങ്ങളൊന്നും വിളിച്ചാലെന്താ? ഓ അഹങ്കാരം അല്ലേ? എല്ലാം ഉണ്ടാക്കി വെച്ച് ഇനി വിളിക്കാൻ നിനക്ക് മനസ്സില്ല എന്ന്. വേണമെങ്കിൽ ഞാനെടുത്ത് കഴിച്ചോട്ടെ, അല്ലെങ്കിൽ കഴിക്കണ്ട, പട്ടിണി കിടന്ന് മരിച്ചോട്ടെ എന്നായിരിക്കും നീ മനസ്സിൽ വിചാരിച്ചത്. അതുകൊണ്ടായിരിക്കും എന്നെ വന്ന് നീ വിളിക്കാതിരുന്നത് അല്ലേ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും. മനസ്സിലായി. ദേ ഒരിഞ്ഞ കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കിടന്ന് കൂടുതൽ അഹങ്കാരം കാണിക്കാനായിട്ട് നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. രേവതിക്ക് ഒരു രക്ഷയില്ല. രേവതി വീണ്ടും അവിടെ കിടക്കുകയാണ്. അങ്ങനെ ചന്ദ്ര ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം തുറന്നു നോക്കിയാണ്. അതെല്ലാം തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആഹാ അടിപൊളി, നല്ല ചൂടോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രുതി വരികയാണ്. അപ്പോൾ ശ്രുതി വന്നിട്ട് രേവതിയെ വിളിക്കണ്ടേ ആൻറ്റി? എന്തിന്? അവളെയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ രേവതി എന്തിനാണ് വിളിക്കുന്നത്? അവൾ നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ കഴിക്കാറുള്ളൂ, അങ്ങനെ കഴിച്ചാൽ മതി. എന്നാലും അങ്ങനെയല്ല, അങ്ങനെയാണ് മോളെ. കാരണം നമ്മുടെ ഒപ്പം രേവതിയെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചാലേ അവൾ ഈ ഭക്ഷണങ്ങൾ മുഴുവൻ എടുത്ത് തിന്നു തീർക്കും. ആർത്തി പണ്ടാരവാ. ഭക്ഷണം കാണാതെ വീട്ടിൽ നിന്നല്ലേ വന്നത്, അതുകൊണ്ട് ഇതെല്ലാം തീർക്കും. ദേ നമുക്ക് ഏതായാലും കഴിക്കാം, മോള് അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. അവൾ കഴിക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ രേവതി ഈ സമയം തന്നെ ഭയങ്കരമായിട്ട് പനി തുടങ്ങി. ഭയങ്കരമായിട്ട് പനിച്ച് വിറച്ച് തുടങ്ങി. ഭയങ്കര പരവേശം എടുക്കുന്നു. അപ്പം ജഗ്ഗിൽ വെള്ളം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇച്ചിരി വെള്ളം, ശരി ഇച്ചിരി വെള്ളമെങ്കിൽ വെള്ളം, ഇനി താഴത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് രേവതിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കുകയാണ് രേവതി. അങ്ങനെ വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്കും എടാ സത്യം പറയടാ, നീ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ വന്നതാണോ? അതേമ്മേ ഞാൻ ഭക്ഷണം കഴിക്കാൻ തന്നെ വന്നാണ്. അതെന്താ ഒരു ഭക്ഷണം കഴിക്കാൻ വരൂല്? അല്ലമ്മേ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളുടെ ഒപ്പം ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ, അതുകൊണ്ടാ. പിന്നെ സന്തോഷത്തോടെ? എടാ നീ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ശ്രുതിയെ കാണാനില്ലേടാ? നിന്റെ ഭാര്യയോടൊത്ത് നിനക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അതിനു വേണ്ടിയല്ലേ മോനെ? ശ്രുതി നീ ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചേണ്ട ഓഫീസിലേക്ക് പോകുമോ? അമ്മ തീർച്ചയായിട്ടും. അമ്മ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഉറപ്പായിട്ട് ഓഫീസിലേക്ക് പോവുക തന്നെ ചെയ്യും. ഏതായാലും നന്നായി. ദേ മോനെ, ദേ ഈ ഓംപ്ലേറ്റ് കഴിച്ചിട്ടേ. അയ്യോ എനിക്ക് വേണ്ട, ശ്രുതിക്ക് കൊടുത്തേര്. എന്നാ മോളെ ശ്രുതി. അയ്യോ എനിക്ക് വേണ്ട ആൻറ്റി, ശ്രുതിക്ക് കൊടുത്തേര്. നീ കഴിക്കുക. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിറക്കുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ നിങ്ങളുടെ തർക്കം ഇപ്പം തീരാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല, ഏതായാലും ഞാൻ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര മുട്ടയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോഴാണ് സച്ചിയുടെ വരവ്.
സച്ചി അങ്ങോട്ട് വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയണം, ഓ പണ്ടാരം വരുന്നുണ്ട്, സ്വന്തം മോനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ സച്ചി നേരെ ചന്ദ്രയോട് ചോദിക്കുകയാണ്, രേവതി രേവതി എവിടെ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതോ എൻ്റെ സഞ്ചിയിൽ പോയി നോക്കിയിട്ട് വാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ആഹാ നല്ല കോമഡിയാണല്ലോ, ഇങ്ങനെയൊന്നും കോമഡി എടുക്കല്ലേ, ഓ ഞാൻ ചിരിച്ചു മടുത്തു, കോമഡിയാണെന്നൊന്ന് പറയണേ എന്നും പറഞ്ഞുകൊണ്ട്, ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോൾ ഈ സച്ചിയാണെങ്കിൽ നേരെ കയറി പോവുകയാണ്. നേരെ കയറിപ്പോയി റൂമിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതി തളർന്ന് കിടക്കുന്നു. അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ആകെ സങ്കടം തോന്നി. രേവതി ഇതെന്താ പറ്റിയത്, രേവതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ രേവതി അവിടെ നിന്ന് പതി എണീക്കുകയാണ്. വാ ഞാൻ ഭക്ഷണം എടുത്തരാം. വേണ്ട വേണ്ട അവിടെ ഇരിക്കുക, നിനക്ക് എന്താ പറ്റിയത്, സുഖമില്ലേ, വാ ഹോസ്പിറ്റലിൽ പോകണോ, വേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട, അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് പോലും അവർ ഭക്ഷണം എടുത്ത് തന്നില്ലല്ലേ. അപ്പോൾ സച്ചി ജഗ്ഗിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു തുള്ളി വെള്ളമില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വീണ്ടും ടെൻഷൻ. എൻ്റെ ദൈവമേ, ഒരു തുള്ളി വെള്ളം പോലും അവരെടുത്ത് തന്നില്ലല്ലേ. രേവതി നിന്റെ കാര്യം കഷ്ടമാണല്ലോ രേവതി, നിനക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ, കാലത്തൊന്നും കഴിച്ചില്ല, ആ സമയത്താണ് നീ അമ്പലത്തിൽ ഉരുളാൻ പോയത്, ഇപ്പോഴും ഒന്നും കഴിച്ചിട്ടില്ല, ഇവരൊക്കെ മനുഷ്യന്മാരാണോ, ഇവരെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജഗ് എടുത്തുകൊണ്ട് പോവുകയാണ്. രേവതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നിക്കുകയാണ്. അങ്ങനെ സച്ചി നേരെ അവരുടെ ടേബിളിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ആ ജഗ്ഗും അങ്ങോട്ട് വെച്ചിട്ട്, നിങ്ങളൊക്കെ മനുഷ്യരാണോ, ഒരു പെണ്ണ് അവിടെ പനിച്ച് വിറച്ച് സുഖമില്ലാതെ കിടക്കുന്നു, എന്നിട്ട് അവർക്കൊരു തുള്ളി ഭക്ഷണം പോലും അല്ലെങ്കിൽ വെള്ളം പോലും എടുത്ത് കൊടുക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വെട്ടി വിഴുങ്ങുകയാണല്ലേ, നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ സച്ചി ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കേട്ട സുധിയാണെങ്കിൽ, എടാ ഭാര്യയൊക്കെ സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലാതെ ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കാനായിട്ട് നിൽക്കരുത്. നീ മിണ്ടരുത്, നിന്നോട് ചോദിച്ചില്ലല്ലോ, നീ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, നിന്റെ ഭാര്യയെക്കാണിത് വന്നിരുന്നെങ്കിൽ നീ സഹിക്കുമായിരുന്നോ, നീ ഭക്ഷണം കൊടുക്കില്ലായിരുന്നോ, അതേപോലെ ഒരു പാവമല്ലേ അവിടെയും കിടക്കുന്നത്, അവൾക്ക് ഇച്ചിരിയൊക്കെ കൊടുക്കായിരുന്നു, എന്നിട്ട് അതുപോലും ചെയ്യാതെ നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ, സോഡാക്കുപ്പി എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ശരിക്കും മേടിക്കും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചന്ദ്ര പറയാണ്, നീ എന്തിനാണ് ഞങ്ങളോട് ചൂടായി കയറുന്നത്, ഞങ്ങളോട് ചൂടായി കയറേണ്ട യാതൊരു കാര്യമില്ല, നിന്റെ ഭാര്യയ്ക്ക് വേണമെങ്കിലേ എടുത്ത് കഴിക്കണം, അല്ലാതെ ഞങ്ങൾ അവിടെ ചെന്ന് എടുത്തു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, നിങ്ങൾ അങ്ങനെ പറയുള്ളൂ, കാരണം നിങ്ങൾ മനുഷ്യഗണത്തിൽപ്പെട്ടതല്ല, പാവൻ രേവതി അവിടെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തരുന്നതും ഒക്കെ ചെയ്യുന്നത്, എന്നിട്ട് ആ പാവത്തിൻ്റെ കണ്ണിൽ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ, ഈ കുടുംബത്തിൽ തന്നെ ഉള്ള ആളല്ലേ രേവതി, എന്നിട്ട് രേവതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സച്ചി സംസാരിക്കുകയാണ്. ഈ ചന്ദ്രയെ പൊള്ളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട രേവതിക്ക് സന്തോഷം തോന്നുകയാണ്. കാരണം തനിക്ക് വേണ്ടിയാണല്ലോ സച്ചി ഇത്രയും സംസാരിക്കുന്നത്, എന്തൊരു സ്നേഹം അപ്പോൾ ഇപ്പോൾ സച്ചിയുടെ മനസ്സിൽ തന്നോടുള്ളുണ്ട്, ഇത് മനസ്സിലാക്കിയാണ് രേവതി. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗെയിൻ, ബൈ.